കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ വീട്ടിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട്. പപ്പയാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ വിളിച്ചതിൻ്റെ പ്രകാരം പപ്പ അതാ കയറി വരുന്നുണ്ട്. ഞങ്ങളെ കണ്ട് ആകെ ഒന്ന് എക്സൈറ്റഡ് ആയി ആള്. ആദ്യം ഒന്ന് ഞെട്ടി നിന്നു, അതിന് ശേഷമാണ് കേട്ടോ ആ ചിരിയൊക്കെ ഒന്ന് കണ്ടത്. പിന്നെ ഈ വിസിറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു തോമാച്ച് അവൻ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് പാമ്പനാട്ടിലെ വീട്ടിലേക്ക് വരുന്നത്. അതും ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഇനി കേക്ക് കട്ടിംഗ് ആണ് അടുത്ത പ്ലാന്. എന്തായാലും ഇവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ് കേട്ടോ. പപ്പയുടെയും അമ്മയുടെയും ജീവിതത്തിൽ അവരിതുവരെ ഒരു ബർത്ത്ഡേക്ക് ഒരു മുട്ടായി പോലും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം അങ്ങനെയാണ് ഈ 60-ാം വയസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ തീരുമാനിച്ചത്. എന്തായാലും ദൈവം അതിനെ നമ്മളെ അനുഗ്രഹിച്ചു. അതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, കേക്ക് കട്ടിങ് എല്ലാം നടക്കുന്നുണ്ട്. മക്കളുമുണ്ട്, കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അതിൽ ഇന്ന് അപ്പച്ചൻ വീട്ടിലില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് ചെന്നതല്ലേ, അപ്പച്ചൻ വീട്ടിലുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഞങ്ങൾ അപ്പച്ചനെ കാണാനായിട്ട് പറ്റിയില്ല. അപ്പച്ചൻ ആ സമയത്ത് ഒരു പ്രയർ ഉണ്ടായിരുന്നു, അപ്പച്ചൻ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ പപ്പയ്ക്കും അമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. കപ്പയും ചിക്കനും ആയിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ കപ്പയും ചിക്കനും എല്ലാം വെച്ച് ഞങ്ങൾക്ക് വേഗം കഴിക്കാനായിട്ട് തന്നു. എന്തായാലും ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, കുറച്ച് നേരം വിശ്രമിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണെങ്കിൽ മുറ്റത്ത് അമ്മ കുറച്ച് തക്കാളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് തക്കാളിയൊക്കെ പറിച്ചു തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് തന്നുവിടാനായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് പപ്പയ്ക്കും അമ്മയ്ക്കും സങ്കടമായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോവുമല്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടം. എന്തായാലും വേണ്ടില്ല, ദൈവം ഇത്രയൊന്നും നമ്മൾ നടത്തിയല്ലോ. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചിയാണേ. അപ്പം അമ്മയോട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം പോവുകയാണ്. കുഞ്ഞു തോമസിനാണ് വീട്ടിൽ നിന്ന് പോകാൻ ഒട്ടും താല്പര്യമില്ല. അവൻ്റെ ഈ ജാൻസിയമ്മയുടെ കയ്യിൽ നിന്ന് അവനെ കൊടുത്തതിനാണ് അവൻ അത്രയും കരയുന്നത് കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു അവന് ഇവിടുന്ന് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ പപ്പായ്ക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യാനല്ലേ, കുഞ്ഞു മക്കൾക്ക് അങ്ങനെയാണല്ലോ, അവർ ഗ്രാൻഡ് പേരൻസിനോടല്ലേ കൂടുതൽ ഇഷ്ടം തോന്നുക. നമുക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അപ്പം എന്തായാലും വേണ്ടില്ല, നമുക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പം ഈ ചെറിയ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണേ. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.